കേരളത്തിൽ കൊടുങ്കാറ്റായിരിക്കുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. ഒന്നും രണ്ടും കേസൊന്നുമല്ല പിടിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്കും ചില പ്രശ്നങ്ങളുണ്ടാകുന്നല്ലേ? പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. ശരിക്കും ഇത് നമ്മുടെ കേരളത്തിൻ്റെ അനുയോജ്യമായ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഒരു 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്താണ് അവിവാഹിതരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ വളരെ എക്സൈറ്റഡ് ആണ്. 20 വയസ്സ് താഴെയുള്ള കുട്ടികളുടേത്. കാരണം LKG UKGയിലേക്ക് പോകുമ്പോൾ പോലും ഞാനൊരു കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുള്ള കാര്യമാണ് കൊച്ചു കൊച്ചു മുട്ടായികൾ, ഈ അഡിക്ഷൻ ആവുന്ന പോലത്തെ. പലപ്പോഴും പോലീസിന് റിപ്പോർട്ട് ചെയ്ത് അവർ പോയി മാറ്റിയാൽ പോലും ഒരു പിന്നെ അരമണിക്കൂറിനുള്ളിൽ ഈ സെല്ലേഴ്സ് വന്നിരിക്കുകയാണ്. പ്രിയനറിയാമോ, മിനിഞ്ഞാന്ന് പനമ്പള്ളി നഗറിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. പനമ്പള്ളി നഗറിൽ കൂടെ കാർ ഓടിച്ച് വരുമ്പോൾ പോലീസ് ജീപ്പ് നിർത്തിയിട്ട് എൻ്റെ മുമ്പിൽ പോകാനും ജീപ്പ് നിർത്തുന്നു. അതിൽ നിന്ന് ഒരു വനിതാ പോലീസും ഒരു പോലീസ് കോൺസ്റ്റബിളും കൂടെ ചാടി ഇറങ്ങിയിട്ട് ഓടി ലെഫ്റ്റ് സൈഡിലൊരു കടയിലേക്ക് പോകുന്നു. ഞാനും അവരുടെ പുറകെ കാറ് നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ജീപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്താണ് കാര്യം ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, അവിടെ പുക വലിക്കാൻ പാടില്ല, 250 രൂപ ഫൈനുണ്ട്, അവിടെ കുറേ പേര് നിന്ന് പുക വലിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഏതൊക്കെ കടകളിൽ സിഗരറ്റ് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അതാണല്ലോ കർബ് ചെയ്യേണ്ടത്. വലിക്കുന്നവരെ മാത്രം പിടിച്ച കാര്യമില്ല, അവർക്ക് പിന്നെ അവൈലബിൾ ആയിരിക്കുമല്ലോ. ഒരിക്കൽ പനമ്പള്ളി നഗറിലൊരു സൈഡ് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിയും രണ്ട് പുരുഷന്മാരും കൂടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. ഞാൻ ചോദിച്ചു, മോൾ എന്തായി കാണിക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? പെൺകുട്ടിയാണ് വലിക്കുന്നത്. അതിപ്പോൾ സമത്വമാണല്ലോ, ജെൻഡർ ഇക്വാലിറ്റിയിൽ പെൺകുട്ടികൾ കൂടുതൽ വലിക്കണം, എന്നാലേ അവരൊരു പിടി മുന്നോട്ട് നിൽക്കുകയുള്ളൂ എന്നാണ് അവരുടെ ഒരു ചിന്ത. ഉടനെ ആ കുട്ടി അത് കുത്തിക്കെട്ടി, അടുത്ത് കിടക്കുന്ന കാറിൽ തന്നെ അത് കുത്തിക്കിടത്തിയിട്ട് അത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. പ്രിയൻ, ഞാൻ വിചാരിക്കുന്നു അത് ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലെ ഡ്രഗ്സ് എന്തെങ്കിലും ഉള്ള ഒരു സിഗരറ്റ് അയക്കുന്ന. ആൺകുട്ടികൾ സമ്മതിക്കില്ല, അവർ കിടത്താൻ പോലും തയ്യാറല്ല. നിങ്ങൾക്ക് എന്താ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എനിക്ക് ഒരു നഷ്ടവുമില്ല, പാസീവ് സ്മോക്കിംഗ് ആണ്. പാസീവ് സ്മോക്കിംഗ് ആണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ കൂടെ നടന്നു പോകാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരുടെ കാറിൻ്റെ ഫോട്ടോ എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, നെയിം പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് സമ്മതിക്കാം. അങ്ങനെ ഇങ്ങനെ മാറി പോവുകയാണ്. ഒടുവിൽ ഞാൻ ഫോട്ടോ എടുത്ത് അവർ കാർ ഓടിച്ച് പോവുകയും ചെയ്തു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിഗരറ്റുകളുടെ ഉള്ളിൽ എത്രമാത്രം ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടി അത് സിഗരറ്റ് കുറ്റി താഴെ ഇടുക, അല്ലെങ്കിൽ അതെടുത്ത് ഇതായിട്ട് കളയോ ചെയ്താൽ മതി. സാധാരണഗതിയിൽ നമ്മൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറ്റി താഴെയിട്ട് കാല് വെച്ചൊന്ന് ചവിട്ടി കിടത്തും. അതാണ് മലയാളികളുടെ സ്വഭാവം. പക്ഷേ അതുപോലും ചെയ്യാണ്ട് ആ കുറ്റി കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശല്യം, അതായത് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് കൊളുത്തി രണ്ടാമത് വലിക്കാമല്ലോ എന്നുള്ള ധാരണയായിരിക്കാം. അല്ലെങ്കിൽ അവിടെ പരിസ്ഥിതി ഇത് മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഓപ്പറേഷൻ തൂഫാനിലേക്ക് വരുവാണെങ്കിൽ വാരിയേഴ്സ് എന്നും പറഞ്ഞിട്ട് കുറച്ച് ഗ്രൂപ്പുകളെ ഓരോരുത്തർക്ക് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. എന്താണ്, മോഹൻലാലാണ് ആദ്യമായിട്ട് ഈ തൂഫാനിൽ ആൻറ്റി നാർക്കോട്ടിക്സ് എതിരെയുള്ള ക്യാമ്പയിനിൽ വാരിയറായിട്ട് ആദ്യം സൈനപ്പ് ചെയ്തത് മോഹൻലാലാണ്. ശരിക്കും വളരെ നല്ല കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ആ ബാഡ്ജ് എല്ലാവർക്കും കൊടുക്കട്ടെ, നമ്മളത് പ്രൗഡായിട്ട് എക്സിബിറ്റ് ചെയ്തുകൊണ്ട് നടക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ പ്രിയൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, കൊണ്ടോട്ടിയിലല്ലേ അത് കുറ്റ്യാടിയിൽ എന്താണ് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയാണ്. പോലീസ് അവിടെ നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് കണ്ണി കണ്ടവണെയൊക്കെ പിടിച്ചു നിർത്തിയാലോ? അപ്പം ഞാൻ നിയമം കയ്യിലെടുത്തില്ല. മോളെ എന്താണ് ഈ കാണിക്കുന്നത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ തനിച്ചാണ്, അവർ 3 പേരുണ്ട്. അപ്പോൾ ഞാൻ നിയമം കയ്യിലെടുത്തിട്ടില്ല. നിങ്ങൾ ചോദിച്ചില്ലേ എന്നിപ്പോൾ പറയും. ഞാൻ ചോദിച്ചേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പൊതുനിരത്തിൽ കണ്ടപ്പോൾ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്, സിഗരറ്റ് സ്മോക്ക് ചെയ്യല്. അപ്പോൾ അവർ അഹങ്കാരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് അതിലിത് പാസീവ് സ്മോക്കിംഗ് ആണ് ഞാനും സംഭവിക്കുന്നത്, എൻ്റെ ഹെൽത്തിനും ഇത് വരുന്നുണ്ട്. എത്ര കോടി രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളാണ് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റും കൂടെ നില കത്തിച്ച് കളയാനോ കോടതിയിൽ കൊണ്ട് എക്സിബിറ്റ് ചെയ്തിട്ടോ നശിപ്പിച്ച് കളയാനോ പറ്റുള്ളൂ. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് അതൊരു മുതൽക്കൂട്ടല്ല. പക്ഷേ അധികം കോടിക്കണക്കിന് രൂപയുടെ നാർക്കോട്ടിക്സ് ഈ ചെറിയ കാലയളവിൽ കേരളത്തിൽ വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഗോവ പോലെ അല്ലെങ്കിൽ പഞ്ചാബ് പോലെ പല സ്ഥലങ്ങളിലും അവിടുത്തെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നാർക്കോട്ടിക്സ് ആണ്. അത് കേരളം ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യുവ തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം
ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ. ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ആളാണ്. പല സ്ഥലത്തും കൊലപാതകങ്ങളും കത്തിക്കുത്തും അല്ലെങ്കിൽ ടെററൈസിങ് ഒക്കെ നടക്കുന്നത് ഇതിൻ്റെ ഡ്രഗ്സ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇതിൽ വരാവുമല്ലോ, ഡ്രഗ്സിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ്. നമ്മൾ എറണാകുളത്ത് തന്നെ എത്ര എണ്ണം കണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടികളെ ആക്രമിക്കുന്നു, കടയിൽ കയറി വന്ന് കത്തി വച്ച് ഭീഷണിപ്പെടുത്തുകയും അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഇടയ്ക്കല്ലേ മറൈൻ ഡ്രൈവിൽ നിന്ന് 2 പെൺകുട്ടികൾ കടലിലേക്ക് ചാടി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ വീട്ടിൽ അറിയുമെന്നുള്ള കാര്യത്തിൽ കായലിലേക്ക് എടുത്ത് ചാടി. ഭാഗ്യത്തിന് അവിടെ പോലീസും പബ്ലിക്കൊക്കെ ഉള്ളതിന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഇങ്ങനെ കുട്ടികളുടെ ബുദ്ധിയെ മന്ദീഭവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നാർക്കോട്ടിക്സ് കഴിച്ചാൽ ഉണ്ടാകുന്നത്. പ്രിയനറിയാമോ, മുൻ സർക്കാർ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കൊക്കെ വലിയ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ്സുകൾ കൊടുക്കും. സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അവർക്ക് ക്ലാസ്സിലിരിക്കേണ്ട. ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കും. ഞാനും പോകാറുണ്ട്, ഈ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാനും പോകാറുണ്ട്. ഞാൻ പിടികൂടും 4ാമത്തെ ബെഞ്ചിലും 3ാമതിരിക്കുന്ന ചുരുണ്ട തലമുടിയുടെ മോനെ ഇപ്പം എന്താണ് ഈ അങ്കിള് പറഞ്ഞത്. ഏതോ അവനെയാണ് പറയുന്നത് പോലും അവനറിയില്ല. അടുത്തിരിക്കുന്നവർ തോണ്ടിക്കൊടുക്കും. എന്തിനാണ് ഈ ക്ലാസ് കൊണ്ട് ഇവർക്ക് അറിയാൻ പാടില്ലായിട്ടാണോ? പക്ഷെ ആ നിലവാരത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി സാമദാന ഭേദ ദണ്ണം അതാണിപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാമവും ദാനമൊക്കെ കഴിഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇങ്ങനെ വന്ന ഇതിൻ്റെ ദുരവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവരെ പിടികൂടി ഇവരുടെ സാധനങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഇവരെ കൽത്തുറങ്ങിന് ഉള്ളിലിടുമ്പോൾ മാത്രമേ ഇവിടെ ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. വെറുതെ ക്വിക്കായിട്ട് കുറച്ച് രൂപ കിട്ടുകയല്ലേ, ഇതൊന്ന് വിറ്റാൽ മതി. എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ പേര് പറയും ജസ്റ്റ് ബി പാർട്ട് ഓഫ് ദ ഡ്രഗ് മാഫിയ. നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും. നിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കൂ. ഒരു കുട്ടിയുടെ ജീവിതമാണ് പോകുന്നത്, ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത്. അതൊന്നും മനസ്സിലാക്കാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ഫ്രണ്ട്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം, നീ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പല ഡ്രഗ് മാഫിയയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരുടെ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നത്. പലരെയും ടെററൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു സ്കൂളിലെ കുട്ടി ആത്മഹത്യയ്ക്ക് വരെ ക്ലാസ്സിൽ നിന്ന് ശ്രമിച്ചു. കാരണം ആ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഡ്രഗ് മാഫിയയിൽ പാട്ടാവാൻ. വെള്ള പുതപ്പിച്ച് കിടത്തുന്നാണ് അവർ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞത്. ആ കുട്ടി ചേച്ചി ഓൾറെഡി പാട്ടാണ്, അമ്മമ്മയും പാട്ടാണ്, ഒരു വിധവയാണ് അമ്മ. ആ കുട്ടിക്ക് അതിൽ പറ്റാത്തത് കാരണം ആ കുട്ടി കോൾ ഫോർ ഹെൽപ്പായിരുന്നു. ക്ലാസ് റൂമിലിരുന്ന് മരിക്കാൻ വേണ്ടിയല്ല, വെറുതെ ഒന്നിങ്ങനെ ആക്കിയുള്ളൂ. അപ്പോഴേക്കും ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ കാര്യം പുറത്തറിഞ്ഞു. എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ പേടിച്ച അവസ്ഥയിൽ കഴിയുന്നുണ്ടാവും. വീട്ടുകാർ ചേർത്ത് പിടിക്കണം. വീട്ടിൽ വന്ന് അമ്മ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഇങ്ങനെ ആക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഈ കുട്ടിയുടെ മേത്തേക്കല്ല കയറേണ്ടത്. ഈ നർക്കോട്ടിക് സെല്ല് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നർക്കോട്ടിക്സിന് വേണ്ടി ഒരു ACP ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ നമ്പർ കിട്ടുകയുള്ളൂ. നമുക്ക് എല്ലാ ജില്ലകളുടെയും ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഈ പോലീസ് ഓഫീസേഴ്സിനോടും ഞാൻ സംസാരിച്ചിട്ട് അവർ പറയുന്ന ഇൻഫർമേഷനാണ് ഇപ്പോൾ പൊതുജനത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അവരെ അറിയിച്ചാൽ മതി ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ട് ഈ പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് അവരെ അറിയിച്ചാൽ മതി. നമ്മളാരും സദാചാര പോലീസിംഗ് എന്നാണല്ലോ ഈ ജെൻസി അല്ലെങ്കിൽ എന്താ പ്യൂക്കി അവർ പറയുന്നത്, സദാചാര പോലീസിങ്ങിന് വരുന്ന കിളവി അല്ലെങ്കിൽ കിളവൻ പ്രിയനാണ് കേട്ടോ. നിങ്ങൾക്കൊന്നും ഇത് കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉന്മാദാവസ്ഥ നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് ഉന്മാദാവസ്ഥയില്ല, ശരി, നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നതെന്നാണ് ഇവർ പലപ്പോഴും പറയുന്നത്. പനമ്പള്ളി നഗറിലൊരു പയ്യൻ എനിക്ക് ഓഫർ ചെയ്ത്, അമ്മച്ചി ഇതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് ഞങ്ങളുടെ പുറകെ നടക്ക്. ഞാനിങ്ങനെ വെറുതെ പോയി പറയും, മോനെ എന്തിനാ മോനെ, നിൻ്റെ വീട്ടിലൊരു അമ്മയും അച്ഛനും ഇല്ലേ, നമുക്ക് കണ്ടാൽ അറിയാം. പോയി പറയുമ്പോൾ അമ്മച്ചി ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കാൻ പാ. അമ്മച്ചിക്ക് അത് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥ അതെനിക്കിഷ്ടമായി, താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും രമേശ് ചെന്നിത്തല വീട്ടിൽ വന്ന് നമുക്ക് ആ ബാഡ്ജ് തരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. അങ്ങോട്ടേക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദിസ് എന്താണ് ഈ തൂഫാൻ വാരിയർ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഡ്ജ് തരൂ. നമ്മൾ ആ ബാഡ്ജും വെച്ച് റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് കുറച്ചൊരു ഭീതി ഉണ്ടാകും. കാരണം നമ്മൾ ഒന്നിലും ഇടപെടുന്നില്ല, വി ആർ ജസ്റ്റ് റിപ്പോർട്ടിങ്, അല്ലെങ്കിൽ വി ആർ എഗെയിൻസ്റ്റ് ദിസ് യൂസേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് എന്ന് അവർക്ക് തോന്നും. ഈവൻ മദ്യത്തിൽ വരെ
അവരെ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബിയർ അല്ലെങ്കിൽ വൈൻ എന്നൊക്കെ പറയുമ്പോൾ അതിലും ചെറിയ പൊടിക്ക് ഇത് ഈ ഹൈ ആവണമെന്ന് ചേർക്കുന്നുണ്ട്. ആൺകുട്ടിയല്ലേ പറഞ്ഞത്, പെൺകുട്ടികളും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ കൊണ്ടാണ് ഒരു രക്ഷയില്ലാത്തത്. നമുക്ക് അറിയാൻ പറ്റും പ്രിയൻ. കാരണം കുറച്ചൊക്കെ നമുക്കും ഒരു ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റം. ഈ നിലാവത്തഴിച്ചു വിട്ട കോഴികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിലാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. പെൺകുട്ടികൾ ഇങ്ങനെ ചോദിക്കും. പെൺകുട്ടികൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആൺകുട്ടികൾ ചോദിക്കുകയും എനിക്കെതിരെ എൻ്റെ കാർ ഇങ്ങനെ വരഞ്ഞോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ചാനലിൽ, വരഞ്ഞോണ്ട് നീ ബോഡി കാശുകാരി എന്നും പറഞ്ഞിട്ട്, എന്താ മോനെ കാണിക്കണേന്ന് ചോദിച്ചത്, നീ ബോഡി കാശുകാരി എന്ന്. ഉടനെ എൻ്റെ മോൻ എന്നെ സ്റ്റോപ്പ് ചെയ്തു. അമ്മേ അതിപ്പോൾ കാറിനെ വരഞ്ഞിട്ടുള്ള ഇറ്റ്സ് ഓക്കെ. കുറേ നാൾ ഞാനത് റിപ്പയർ ചെയ്യാണ്ട് പെയിൻ്റ് അടിക്കാണ്ട് ആ ഒരു ഇതിന് വേണ്ടി കൊണ്ടു നടന്നു കേട്ടോ. എനിക്കും എൻ്റെ എല്ലാ കുട്ടികളും എൻ്റെ കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ പയ്യൻ തിരിഞ്ഞിന്ന് ആ കത്തി എൻ്റെ നേരെ കുത്തിയിരുന്നെങ്കിലോ, മരിച്ചൊന്നും പോവില്ല. പക്ഷെ എത്രയോ നാൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടോ അതിൻ്റെ വേദനയൊക്കെ സഹിക്കണ്ടേ. എൻ്റെ മോൻ പറഞ്ഞു അമ്മ അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, വാട്ട്സ് എ പ്രോബ്ലം. പക്ഷേ ഇനി അത് മുഴുവൻ നമ്മുടെ പ്രോബ്ലമാണ്. നമ്മുടെ ഓരോ കുട്ടികളും നമ്മളുടെ കുട്ടികളാണ്. അവരെ എല്ലാവരെയും നല്ല ദിശയിൽ നയിച്ചു കൊണ്ടുപോകേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ ഇവിടെ വിജയമായിരിക്കും. അതേപോലെ തന്നെ പെൺകുട്ടികൾ സെക്സ് റാക്കറ്റിൽ കുടുങ്ങുന്നുണ്ട്. ആ സൗത്ത് ഞാൻ നമ്മുടെ സ്ഥലമായതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ സ്ഥലത്തും ഇതുണ്ടാവും. ഓരോ മെട്രോ പില്ലറിൻ്റെ അടിയിലും ഓരോരുത്തരാണ്. അത് ഇന്ത്യ മുഴുവനുള്ള കുട്ടികളുണ്ട്. ചെറിയ പെൺകുട്ടികൾ 18 വയസ്സ് പോലും ആയിട്ടില്ല. ആ പെൺകുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ പെൺകുട്ടികൾക്കായിട്ടും വല വിരിക്കുന്നുണ്ട്. അവരൊരു പ്രാവശ്യം എന്തെങ്കിലും ഇതുപോലെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കത്, കാരണം ഇങ്ങനെ നമ്മളുടെ ഇപ്പം തന്നെ പ്രിയൻ ഒരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയെ പോലും സംശയം മോശക്കണ്ണുകളിലെ നോക്കുന്നത്. ശരിക്കും ഷീസ് ബീൻ റേപ്ഡ്. ആ കുട്ടി കിടന്നു കൊടുത്തതല്ല, ആ കുട്ടിക്ക് അതിൽ ഷി വാസ് ഫോഴ്സ്ഡ് ഇൻ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പോലും ആ പുരുഷന് ഒരു തരത്തിലുള്ള ചീത്തക്കണ്ണിൽ കൂടെ നോക്കാത്തപ്പോഴും റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ചീത്തക്കണ്ണിൽ നോക്കുന്നു. ഇപ്പോഴും ആ സൂര്യനെല്ലി കുട്ടിയുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ ചിന്തയും മാറ്റണം. പെൺകുട്ടികളെ ഇങ്ങനെ അകപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും സമൂഹത്തിലേക്ക് തിരിച്ചു വരണം, അകപ്പെട്ടു പോയവർക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 2 കൈയും തുറന്നു വെച്ച് അവരെ സ്വീകരിക്കണം. സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ മകനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതുപോലെ തന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിയോ അറിയാവുന്നൊരു കുട്ടിയോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടി ഇങ്ങനെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹമാണ് അതിനെ ചേർത്ത് പിടിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനമ്മമാരെയും അവഹേളിക്കുകയോ പുച്ഛിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഈ തൂഫാനോടൊപ്പം തന്നെ ഫ്രീ സെക്സിൽ പെട്ടിട്ട് അല്ലെങ്കിൽ അവരറിഞ്ഞോ അറിയുവോ ഇല്ലാണ്ട് എത്രയോ കുട്ടികളാണ് അബോർഷന് വരുന്നത്. എത്രയോ കുട്ടികളാണ് അബോർഷന് വരുന്നത്. ഈ കുട്ടികൾ അബോർഷന് വരുന്നതിന് മുമ്പ് വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ, അല്ലെങ്കിൽ മുത്തശ്ശിക്കല്ല, അച്ഛനറിയില്ല എന്ന് വിചാരിക്കാം. ഇവൾക്ക് പീരിയഡ്സ് ആയിട്ടില്ല, അവൾ പാഡ് ചോദിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ലേ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പെൺകുട്ടിക്കാണ്. ആ കുട്ടിയുടെ ശരീരത്തിലാണ് ഇത്രമാത്രം ഇൻവേഷൻസ് നടക്കുന്നത്. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കുട്ടിയുടെ ശരീരത്തിൽ ആ കുട്ടിയുടെ അമ്മയാവാനുള്ള ഗർഭപാത്രത്തിൽ ചുരണ്ടിയെടുക്കുകയാണ് ടിഷ്യൂസ്, ഇൻക്ലൂഡിങ് ദ ഫീറ്റസ്. 2-3 പ്രാവശ്യം കഴിയുമ്പോൾ പിന്നെ ആ ഗർഭപാത്രത്തിന് യഥാർത്ഥത്തിലൊരു ഗർഭം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. അതും കൂടെ നമ്മളുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള സഞ്ചാരങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ പറയുന്നത് ഇറ്റ്സ് ലീഗൽ അൺലെസ് ദർ ഇസ് എ ഫൈറ്റ് ഫോർ മണി ഓർ വാട്ട് എവർ. സെക്സ് വർക്കേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപ്പ്, നമുക്കങ്ങനെ പറഞ്ഞാൽ നമ്മൾ സദാചാര പോലീസിങ്ങാവും, ഒരു വാക്ക് കിട്ടുന്നില്ല, അതും കൂടെ ഒന്ന് കേർബ് ചെയ്യണം. പല ഹോട്ടലുകളിലും നടക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ സിനിമകളിൽ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പം അങ്ങനെ നടത്താനും പോലീസിൻ്റെ കൈകൾ ബന്ധിതമാണ്. നമുക്ക് നമ്മളുടെ കേരളത്തിനെ വീണ്ടെടുക്കണം. നമ്മുടെ കുട്ടികളും മിടുക്കരായിട്ട് നല്ല ഒരു ജീവിത സാഹചര്യത്തേക്ക് നല്ലോണം പഠിച്ച് നല്ല ജോലി നേടി നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം. അതിന് നമുക്ക് ഒരുമിച്ച് നിന്ന് തൂഫാൻ വാരിയേഴ്സ് ആകാം. ആ ബാഡ്ജ് കിട്ടാൻ വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല. നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തന്നെ അത് ചെയ്യണം. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അത് നേര് പറയുന്ന ഒരു ചാനലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും പറയാം. ഒപ്പം നമുക്ക് 2 ചാനലുകൾ കൂടിയുണ്ട്. നമ്മളൊരു ഡിവോഷണൽ ചാനലുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്. C4N എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടിയുണ്ട്, ന്യൂസ് ചാനലാണ്. ഈ 2 ചാനലുകൾ കൂടി
നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് മലയാളം, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, C4N മറക്കരുതേ.